പുട്ട് ഒരുപാടുണ്ട്, കുറച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് പുട്ട് ഇൻ ടു. യു ഹാവ് ഗോട്ട് ടു പുട്ട് സം എഫേർട്ട് ഇൻ ടു യുവർ വർക്ക്. പുട്ട് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ട്രൈ എന്ന അർത്ഥമാണ് വരുന്നത്. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കുക, മീൻസ് നമ്മളൊരു കാര്യത്തിന് ട്രൈ ചെയ്യുക എന്നുള്ളത്. He found it difficult to put across what he wanted to say at the meeting. It is very important to put across എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, പുട്ട് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയാനുണ്ട്, അത് നമ്മൾ പുട്ട് അക്രോസ് എന്നാണ് പറയുക. പുട്ട് അക്രോസ്. He found it difficult to put across what he wanted to say at the meeting. നമുക്കത് നമ്മൾ അവതരിപ്പിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പുട്ട് അക്രോസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പുട്ട് അസൈഡ് ഇസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. ദേ ഡിസൈഡഡ് ടു പുട്ട് അസൈഡ് ദെയർ ഡിഫറൻസസ്. നമ്മൾ എന്താണ്, നമ്മൾ പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു ഭാഗത്തേക്ക് മീൻസ് മാറ്റി വയ്ക്കുന്നത്. ടു ഇഗ്നോർ ഓർ ഫോർഗെറ്റ് സംതിങ്. ദെൻ ഐ ഹാവ് ബീൻ പുട്ടിങ് എ ബിറ്റ് ഓഫ് മണി അസൈഡ് എവറി മന്ത്. പുട്ട് അസൈഡിന് വേറൊരു മീനിങ് വരുന്നത് എന്താണ്, നമ്മൾ ഇപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിന് പുട്ട് അസൈഡ് എന്നും പറയും. മാറ്റി വെക്കുക എന്നുള്ളതിൽ വരുന്ന പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ക്യാഷ് കുറച്ചൊക്കെ മാറ്റി വെക്കാറുണ്ട് പല രീതിയിലും. ഇപ്പോൾ മാറ്റി വെക്കുക എന്നുള്ള ടേമിന് നമുക്ക് മലയാളത്തിൽ തന്നെ പല രീതിയിലുള്ള മീനിങ്സ് ഉണ്ടല്ലോ, അതുപോലെ പുട്ട് അസൈഡിനും ഉണ്ട്. പുട്ട് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചിൽഡ്രൻ നീഡ് ടു പുട്ട് അവേ ദെയർ ടോയ്സ് ബിഫോർ ബെഡ് ടൈം. അപ്പോൾ പുട്ട് അവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ടു സ്റ്റോർ, ടു ടൈഡി എന്നുള്ള മീനിങ് ഒക്കെ ആണ് വരുന്നത്. മീൻസ് നമ്മളൊക്കെ എടുത്ത് വെക്കുക. ബിഫോർ ആഫ്റ്റർ സ്റ്റഡിങ് യു ഷുഡ് പുട്ട് അവേ യുവർ ബുക്സ് ഇൻ ദ ഷെൽഫ് എന്ന് പറയാം. പുട്ട് അവേ എന്ന് പറഞ്ഞാൽ എടുത്ത് വെക്കുക എന്നുള്ള അർത്ഥമാണ്, അല്ലാതെ ഇവിടെ എറിഞ്ഞു പോകുക എന്നുള്ളതല്ല. പുട്ട് അവേ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എടുത്ത് വെക്കുക എന്നുള്ള മീനിങ് ആണ്. ദെൻ വി ഹാവ് പുട്ട് അവേക്ക് വേറൊരു മീനിങ് ഉണ്ട്. ദ ജഡ്ജ് പുട്ട് ഹിം അവേ ഫോർ 10 years ഫോർ റോബറി. അപ്പോൾ ജഡ്ജൊക്കെ നമ്മുടെ സെൻറ്റൻസിൽ സ്വഭാവം എപ്പോഴും മനസ്സിലാക്കുക എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് ദ ജഡ്ജ് പുട്ട് ഹിം അവേ ഫോർ 10 years ഫോർ റോബറി പറഞ്ഞാൽ പുട്ട് അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പുട്ട് സം വൺ ഇൻ പ്രിസൺ. ഓക്കെ, ദെൻ വി ഹാവ് പുട്ട് ദ ട്രിപ്പ് ബാക്ക് അൺടിൽ ജൂൺ നൗ. മീൻസ് റീഅറേഞ്ച് സംതിങ് ഫോർ എ ലേറ്റർ ടൈം. നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറയില്ലേ, അതാണ് പുട്ട് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വി ഹാവ് പുട്ട് ദ ട്രിപ്പ് ബാക്ക് അൺടിൽ ജൂൺ നൗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് ബാക്ക്. ദെൻ പുട്ട് ബാക്കിന് തന്നെ വേറൊരു മീനിങ് ഉണ്ട്. ഹി പുട്ട് ദ ഡിക്ഷണറി ബാക്ക് ഓൺ ദ ഷെൽഫ് ആഫ്റ്റർ ഹി ഹാഡ് ഫിനിഷ് ദ ക്രോസ് വേർഡ്. നമ്മളൊരു സാധനം എടുത്തെടുത്ത് തന്നെ തിരിച്ചു വെക്കുന്നതിനാണ് പുട്ട് ബാക്ക് എന്ന് കൂടി പറയുന്നത്. ഓക്കെ, പുട്ട് ബാക്കിന് 2 രീതിയിലുണ്ട്. അപ്പോൾ ഈ പുട്ട് ബാക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, മീൻസ് നമ്മൾ പോസ്റ്റ്പോണ്ട് ചെയ്ത് പോകുന്നതിന്. ദെൻ പുട്ട് ബൈ. ഐ ട്രൈ ടു പുട്ട് സം മണി ബൈ എവറി മന്ത് ടുവേർഡ്സ് അവർ സമ്മർ ഹോളിഡേ. അത് പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ പുട്ട് അസൈഡ് പോലെ തന്നെയാണ് വരുന്നത്. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ ടു സേവ് മണി ഫോർ ദ ഫ്യൂച്ചർ. ദെൻ പുട്ട് ഡൗൺ. ഹി ഹാഡ് ഹിസ് ഡോഗ് പുട്ട് ഡൗൺ ബിക്കോസ് ഇറ്റ് വാസ് ഇൻ എ ലോട്ട് ഓഫ് പെയിൻ ഫ്രം ഇറ്റ്സ് ട്യൂമേഴ്സ്. അപ്പോൾ പുട്ട് ഡൗൺ എന്തായിരിക്കും? പുട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൽ ആൻ ആനിമൽ ബിക്കോസ് ഇറ്റ്സ് ഓൾഡ് ഓർ ഇൽ എക്സെട്ര. നമ്മൾ പറയില്ലേ, യൂഫെമിസം എന്ന് പറയില്ലേ, കൊന്നു കളഞ്ഞു എന്ന് പറയുന്നതിന് പകരം എന്താണ്, പുട്ട് ഡൗൺ എന്നാണ് പറയുക. ഓക്കെ, ആനിമൽസിനൊക്കെ പുട്ട് ഡൗൺ. ഹി ഹാഡ് ഹിസ് ഡോഗ് പുട്ട് ഡൗൺ ബിക്കോസ് ഇറ്റ് വാസ് ഇൻ എ ലോട്ട് ഓഫ് പെയിൻ ഫ്രം ഇറ്റ്സ് ട്യൂമേഴ്സ്. ഓക്കെ, നൗ വി ഹാവ് ദ നെക്സ്റ്റ് വൺ, പുട്ട് ഡൗൺ. പുട്ട് ഡൗണിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. പുട്ട് ദ ഗൺ ഡൗൺ സ്ലോലി ആൻഡ് കീപ്പ് യുവർ ഹാൻഡ്സ് വെർ ഐ ക്യാൻ സീ ദം. പുട്ട് ഡൗൺ മീൻസ് നമ്മൾ തോക്ക് താഴെ ഇടുക അങ്ങനെ പറയാറില്ല, താഴെ ഇടുക എന്നുള്ളതാണ് പുട്ട് ഡൗൺ. ദെൻ പുട്ട് ഡൗൺ വേറൊരു മീനിങ് ഉണ്ട്. ദറ്റ് ഈസ് ഐ ആം ടയേർഡ് ഓഫ് ഹിം പുട്ടിങ് മീ ഡൗൺ ഓൾ ദ ടൈം. പുട്ടിങ് മീ ഓൺ ഡൗൺ നമ്മളിപ്പോൾ എന്താണ്, താഴ്ത്തി കെട്ടുക എന്ന് പറയില്ലേ, അതിന് പുട്ട് ഡൗൺ എന്ന് തന്നെയല്ലേ പറയുന്നത്. മീൻസ് ഒരാളെ ഒരു വില കുറച്ച് കാണുക എന്നുള്ളതാണ്. ടു മേക്ക് സം വൺ ഫീൽ സ്റ്റുപ്പിഡ് ഓർ അൺഇമ്പോർട്ടൻറ്റ് ബൈ ക്രിട്ടിസൈസിങ് ദം. അതുപോലെ ഐ വിൽ പുട്ട് യു ഡൗൺ ഫോർ $20 ദെൻ മീൻസ് എന്താണ്, കമ്മിറ്റ് ടു മേക്ക് എ പേയ്മെൻറ്റ്. ഓക്കെ, ഐ വിൽ പുട്ട് യു ഡൗൺ ഫോർ $20 ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പുട്ട് ഡൗൺ കണ്ടു, ഇതിൽ പുട്ട് ഡൗൺ ഫോർ കൂടി വന്നു കഴിഞ്ഞാൽ കമ്മിറ്റ് ടു മേക്ക് എ പേയ്മെൻ്റ് ആണ്, ക്യാഷ് പേയ്മെൻറ്റിൻ്റെ ഒരു കമ്മിറ്റ് ടു മേക്ക് എ പേയ്മെൻറ്റ്. ഓക്കെ, പുട്ട് ഡൗൺ ഫോർ എന്ന് വന്നാൽ. പുട്ട് ഡൗൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹി ഡിഡിൻ സ്കോർ മെനി ബട്ട് ഹീ ക്യാൻ പുട്ട് ദാറ്റ് ഡൗൺ ടു ഇൻഎക്സ്പീരിയൻസ്. പുട്ട് ഡൗൺ
ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റും. മീൻസ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്. Give as an explanation. He didn't score many, but he can put that down to inexperience. Then they had to put in a whole new central heating system because the house was so cold. അപ്പോൾ put in എന്ന് പറഞ്ഞാൽ എന്താണ്? put in AC എന്നൊക്കെ പറഞ്ഞതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, nowadays in Delhi everyone should put in air purifier എന്ന് പറയാം. put in എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പുട്ട് ഇൻ. ദെൻ പുട്ട് ഇൻ ഫോർ. വി ഹാവ് പുട്ട് ഇൻ ഫോർ എ ഗ്രാൻറ്റ് ടു റിപ്പയർ ദ ബിൽഡിംഗ്. വി ഹാവ് പുട്ട് ഇൻ ഫോർ എ ഗ്രാൻറ്റ് ടു റിപ്പയർ ദ ബിൽഡിംഗ്. പുട്ട് ഇൻ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് എ റിക്വസ്റ്റ്. ഓക്കെ, മേക്ക് എ റിക്വസ്റ്റ്. വി ഹാവ് മെയ്ഡ് എ റിക്വസ്റ്റ് ഫോർ എ ഗ്രാൻറ്റ് ടു റിപ്പയർ ദ ബിൽഡിംഗ് എന്ന് പറയുന്നതിന് പകരം we have put in for വരണം. put in for a grant എന്ന് പറഞ്ഞാൽ make a request. put in for. Then could you be quiet please? I am trying to concentrate and you are putting me off എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ തടസ്സപ്പെടുത്തുക. സ്റ്റോപ്പ് ലൈക്കിങ് സംതിങ് ഓർ സംബഡി മീൻസ് എന്താണ്? നമ്മൾ യു ആർ പുട്ടിങ് മീ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെറുപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ, അതുപോലെ അതുള്ളൊരു സംഭവമാണ് ഈ പുട്ട് ഓഫ്. കുഡ് യു പ്ലീസ് ബി ക്വയറ്റ് പ്ലീസ്? ഐ ആം ട്രൈങ് ടു കോൺസെൻട്രേറ്റ്, യു ആർ പുട്ടിങ് മീ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പുട്ട് ഓഫിന് വേറൊരു മീനിങ് കൂടിയുണ്ട്, മീൻസ് പോസ്റ്റ്പോൺഡ്. ഓക്കെ, ദ കൺസേർട്ട് ഹാസ് ബീൻ പുട്ട് ഓഫ് അൺടിൽ നെക്സ്റ്റ് മന്ത് ബിക്കോസ് ദ സിംഗർ ഹാസ് ഗോട്ട് എ ത്രോട്ട് ഇൻഫെക്ഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺഡ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയിറ്റ്, പുട്ട് ഓൺ ചെയ്യുക, ഗെയിൻ ചെയ്യുക. ഷീ ഹാസ് പുട്ട് ഓൺ ലോട്ട് ഓഫ് വെയിറ്റ് എന്ന് നമ്മൾ പറയാറില്ലേ. ഹി ഹാസ് പുട്ട് ഓൺ ലോട്ട് ഓഫ് വെയിറ്റ് സിൻസ് ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ്. ഗെറ്റ് പുട്ട് ഓൺ, തടി കൂടുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഗെറ്റ് ഫാറ്റ്. ദെൻ ഷീ ഈസ് നോട്ട് പുട്ടിങ് ഹിം ഡൗൺ. പുട്ടിങ് ഓൺ എന്നുള്ളതിന് വേറൊരു മീനിങ് ഉണ്ട്. തടി കൂടലും അതുപോലെ തന്നെ ചതിക്കുക, ഡിസീവ് ചെയ്യുക, ലൈ ചെയ്യുക, വഞ്ചിക്കുക എന്ന് നമ്മൾ പറയില്ലേ. ദറ്റ് ഈസ് പുട്ട് ഓൺ. ഷീ ഈസ് നോട്ട് പുട്ടിങ് ഹിം ഓൺ. പുട്ട് ഓണിന് തന്നെ വേറൊരു മീനിങ് ഉണ്ട്. വി പുട്ട് അവർ കോട്ട്സ് ഓൺ ബിഫോർ വി വെൻറ്റ് ഔട്ട്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ധരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ജസ്റ്റ് ട്രൈ ടു പുട്ട് ഓൺ യുവർ ക്ലോത്ത്സ് ടു സീ ഇഫ് ഇറ്റ് ഫിറ്റ് വെൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, പുട്ട് ഓൺ. ഓക്കെ, പുട്ട് ഓണിന് ഇപ്പോൾ പല പല മീനിങ് ഉണ്ട്. ഒന്ന് തടിക്കുക, ഒന്ന് ചതിക്കുക, ഒന്ന് വസ്ത്രം ധരിക്കുക. പുട്ട് ഓൺ. ദെൻ പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് നമ്മളെന്താണ്? ഹി പുട്ട് ഔട്ട് ഹിസ് സിഗരറ്റ് ബിഫോർ എൻറ്ററിങ് ദ ബിൽഡിംഗ്. കെടുത്തുക എന്നുള്ള അർത്ഥമാണ് പുട്ട് ഔട്ട്. ദേ പുട്ട് ഔട്ട് ദ ലൈറ്റ് എന്ന് നമുക്ക് ഫയർ. ലൈറ്റ് ഉണ്ട്. ദേ പുട്ട് ഔട്ട് ദ ഫയർ. ഓക്കെ, എക്സ്റ്റിങ്ക്വിഷ് എ സിഗരറ്റ് ഓർ ഫയർ. ദെൻ പുട്ട് ഔട്ടിന് വേറൊരു ഇത് കൂടിയുണ്ട്, ബ്രോഡ്കാസ്റ്റ്. അതായത് പോലീസ് ഹാവ് പുട്ട് ഔട്ട് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മാൻ ദേ വിഷ് ടു ക്വസ്റ്റ്യൻ. പുട്ട് ഔട്ട് മീൻസ് നമ്മൾ ഒരു പുറത്തേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, പുറത്തറിയിക്കുക, പബ്ലിക്കാക്കുക. പുട്ട് ഔട്ടിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. വുഡ് ഇറ്റ് ബി പുട്ടിങ് യു ഔട്ട് ഗ്രേറ്റ്ലി ഇഫ് ഐ ആസ്ക് ടു ചേഞ്ച് ടു അനദർ ഡേ. മീൻസ് ഒരാളെ ശല്യപ്പെടുത്തുന്നത് പോലെ, ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെ. വുഡ് ഇറ്റ് ബി പുട്ടിങ് യു ഔട്ട് ഗ്രേറ്റ്ലി ഇഫ് ഐ ആസ്ക് ടു ചേഞ്ച് ടു അനദർ ഡേ. പിന്നെ അതുപോലെ പുട്ട് സംതിങ് ഔട്ട്. പ്ലീസ് പുട്ട് ദ ലൈറ്റ് ഔട്ട് വെൻ യു ലീവ്. മീൻസ് എന്താണ്? നമ്മൾ പുട്ട് ഔട്ടിൻ്റെ വേറെ മീനിങ് ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ് എ സിഗരറ്റ് ആൻഡ് ഫയർ എന്നുള്ളത്. അതുപോലെ ഇവിടെ വേറെ പുട്ട് സംതിങ് ഔട്ട് എന്ന് പറയുമ്പോൾ ടു മേക്ക് എ ലൈറ്റ് സ്റ്റോപ്പ് ഷൈനിങ് ഫ്രം പ്രസ്സിങ് എ സ്വിച്ച്. മീൻസ് പ്ലീസ് പുട്ട് ദ ലൈറ്റ് ഔട്ട് വെൻ യു ലീവ്. ഓക്കെ, പുട്ട് ദ ലൈറ്റ് ഔട്ട്, ടേൺ ഓഫ് ദ ലൈറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ദെൻ പുട്ട് സെൻസ് ഇൻ ടു. ഹെൽപ്പ് സം വൺ തിങ്ക് ലോജിക്. ദറ്റ് ഈസ് ഐ വാണ്ടഡ് ടു ജോയിൻ ദി സർക്കസ് ബട്ട് ഷീ പുട്ട് സം സെൻസ് ഇൻ ടു മൈ ഹെഡ് ആൻഡ് ഐ ചേഞ്ച് ടു മൈ മൈൻഡ്. പുട്ട് സം സെൻസ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി അന്തം വെപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. മീൻസ് ലോജിക് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഹെൽപ്പ് സം വൺ തിങ്ക് ലോജിക്കലി. ഓക്കെ, പുട്ട് സം സെൻസ് ഇൻ ടു മൈ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പുട്ട് ത്രൂ. ക്യാൻ യു പുട്ട് മീ ത്രൂ ടു കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. മീൻസ് കണക്റ്റ്. ക്യാൻ യു പുട്ട് മീ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
നമുക്ക് ഫോണിലൂടെ കണക്ട് ചെയ്യുന്നതിനാണ് പുട്ട് ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി മേക്ക് പുട്ട് $5 ടുവേർഡ്സ് ഹെർ ലീവിങ് പ്രസൻറ്റ്. എങ്ങനെയാണ് പുട്ട് ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ മേക്ക് എ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ, പുട്ട് ടുവേർഡ്സ്. ദെൻ പുട്ട് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ പുട്ട് മീ അപ്പ് ഫോർ ദ നൈറ്റ് ബിക്കോസ് ഐ ഹാഡ് മിസ്ഡ് ദ ലാസ്റ്റ് ബസ്. മീൻസ് പുട്ട് അപ്പിന് വളരെ രസകരമായ മീനിങ് ആണുള്ളത്. അലോ സംവൺ ടു സ്റ്റേ അറ്റ് യുവർ ഹൗസ് ഫോർ എ നൈറ്റ് ഓർ എ ഫ്യൂ ഡേയ്സ്. നമ്മൾ വീട്ടിൽ ആളുകളെ താമസിപ്പിക്കുന്നതിനാണ് നമ്മൾ പുട്ട് അപ്പ് എന്ന് പറയുന്നത്. ഷീ പുട്ട് അപ്പ് മീ, ഓക്കെ, ഷീ പുട്ട് മീ അപ്പ് ഫോർ ദ നൈറ്റ് ബിക്കോസ് ഐ ഹാഡ് മിസ്ഡ് ദ ലാസ്റ്റ് ബസ്. അപ്പോൾ നമ്മൾ വീട്ടിലെ ആളുകളെ താമസിപ്പിക്കുന്നതിന് അതിനൊക്കെ കുറച്ച് ദിവസത്തിനൊക്കെ നമ്മളവിടെ ഒരു താവളം അവർക്ക് തങ്ങാനുള്ളൊരു സാഹചര്യം കൊടുക്കുന്നതിന് പുട്ട് അപ്പ് എന്നാണ് പറയുന്നത്. ദെൻ പുട്ട് അപ്പ് അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് സെവറൽ ഓഫ് ദ ബാങ്ക്സ് ഹാവ് ഡിസൈഡഡ് ടു പുട്ട് അപ്പ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. മീൻസ് പുട്ട് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുക എന്നുള്ളൊരു അർത്ഥം. ഇൻക്രീസ് പ്രൈസസ്, ടാക്സസ്, ഡ്യൂട്ടീസ് എക്സെട്ര. പുട്ടപ്പ്. അതുപോലെ പുട്ടപ്പിന് വേറെ മീനിങ്ങോ വരുന്നുണ്ട്. ഹി പുട്ടപ്പ് എ ഗ്രേറ്റ് ഫൈറ്റ് ബട്ട് ലോസ്റ്റ്. നമ്മളെന്താണ് കാണിക്കുക, പുട്ടപ്പ് വി ട്രൈ ടു പുട്ട് അപ്പ് അവർ ബെസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ പുട്ട് അപ്പ് ടു എന്നുള്ളതിന് എന്താണ്, ഹിസ് ഫ്രണ്ട്സ് പുട്ട് ഹിം അപ്പ് ടു സ്റ്റീലിംഗ്. നമ്മൾ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിലേക്ക് അങ്ങോട്ട് തള്ളി മറിച്ചിടുന്നതിനാണ് പുട്ട് അപ്പ് ടു എന്ന് പറയാം. ഹിസ് ഫ്രണ്ട്സ് പുട്ട് ഹിം അപ്പ് ടു സ്റ്റീലിംഗ്. എൻകറേജ് സംവൺ ടു ഡു സംതിങ്, പുട്ട് അപ്പ് ടു. ദെൻ പുട്ട് സംതിങ് അപ്പ് എന്ന് പറയുമ്പം ഐ നീഡ് ടു പുട്ട് അപ്പ് സം കേർട്ടൻസ് ഇൻ ദ ബെഡ്റൂം. മീൻസ് നമ്മളിപ്പം ഒരു കാര്യം തൂക്കുന്നതിന് പിടിപ്പിക്കുന്നതിനൊക്കെ പുട്ട് സംതിങ് അപ്പ് എന്നാണ് പറയുക. ടു ഫാസൺ സംതിങ് ടു എ വാൾ ഓർ സീലിംഗ്, അതാണ് ഐ നീഡ് ടു പുട്ട് അപ്പ് സം കർട്ടൻസ് ഇൻ ദ ബെഡ്റൂം. പിന്നെ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പുട്ട് അപ്പ് വിത്ത്. ഇതുപോലെ ഒരു രസകരമാണ്. നമ്മൾ ഈ പുട്ടപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ആളുകളെ തങ്ങാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്നത്. പുട്ട് അപ്പ് വിത്തിൻ്റെ പ്രത്യേകത, ഐ കാൺ പുട്ട് അപ്പ് വിത്ത് മൈ നൈബേഴ്സ് നോയ്സ് എനി ലോങ്ങർ, ഇറ്റ് ഈസ് ഡ്രൈവിങ് മീ മാഡ്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് എന്നാണ്, സഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മീൻസ് നമ്മൾ അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് നമ്മൾ അതിനോട് കുഴപ്പമില്ലാത്ത രീതിയിലായി പോകും. അത് മീൻസ് ഐ കാൺ പുട്ട് അപ്പ് വിത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഐ കാൺ പുട്ട് അപ്പ് വിത്ത് മൈ നൈബേഴ്സ് നോയ്സ് എനി ലോങ്ങർ, ഇറ്റ് ഈസ് ഡ്രൈവിങ് മീ മാഡ്. അപ്പോൾ ഈ പുട്ട് വെച്ചിട്ട് ഒരുപാട് എണ്ണമുണ്ട്, കുറച്ചൊന്നല്ല ഉള്ളത്, ഒത്തിരി ഫ്രേസൽ വെർബ്സ് ഉണ്ട്.